അസ്സാം വലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ക്ലീനിങ് വ്ളോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പക്ഷേ ഇത് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ മൊത്തം ക്ലീനിങ് ഒന്നുമല്ല, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ പാത്രങ്ങളൊക്കെ പുതുതാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ചേച്ചിമാരാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറ്. അവർ ക്ലീനാക്കി അവിടെ വെക്കും. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് ഞാൻ കിച്ചണിൽ വെക്കാം. കിച്ചണിൽ പഴയ പാത്രങ്ങളിനെയൊക്കെ മാറ്റാം കേട്ടോ. അത് കറിപ്പാത്രം, ചായപാത്രം, അങ്ങനെ പല പാത്രമുണ്ട്. അങ്ങനെ രാവിലെ തന്നെ എണിച്ചിട്ട് നമ്മൾ നമ്മുടെ അടിച്ചുവാരൽ പരിപാടി അങ്ങനെയൊക്കെ നിന്നു. പാല് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് വേഗം പോയി അടിച്ചുവാരി. ഇവിടേക്ക് ഇന്നലെ ക്ലീൻ ആക്കിയതായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഒന്ന് അടിച്ചുവാരി ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ സിറ്റൗട്ടിൻ്റെ കമ്പികളും ഒക്കെ ക്ലീൻ ആക്കാനുണ്ട്. പക്ഷെ അതൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം, ദിവസം ഇച്ചിരി പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇതാ അടിച്ചു വാരിയ ശേഷം ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ ചവിട്ടിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ അവിടെ ഡിസംബർ ക്രിസ്തുമസിൻ്റെ തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്രിസ്തുമസ് പാപ്പ എന്തായാലും പറയാ, അയ്യോ ഞാൻ മറന്ന്, സാന്ത ക്ലോസ് എന്നാ വേറെ എന്തോ പറയില്ലേ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറയില്ലേ. ഞാൻ ചെറുപ്പത്തിൽ എനിക്കത് കാണുന്ന ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഉമ്മയുടെ ഒക്കിൽ കയറിയിരിക്കും, അത്രയും പേടിയായിരുന്നു കേട്ടോ എനിക്ക് അത് കാണുന്നത്. പിന്നെ അത് ശരിയായി. പിന്നീടാണ് മനസ്സിലായത് അതൊരു മനുഷ്യനാണ് എന്നുള്ളത്, വേഷം കെട്ടിയതാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി കുറച്ച് വലുതായപ്പോൾ. അതിന് മുമ്പ് നമ്മൾ അത് അങ്ങനെ ഒരു സാധനമാണ് എന്നല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. തറവാട്ടിലൊക്കെ ആകുമ്പോൾ ഇവര് ഇങ്ങനെ അതിൻ്റെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. ഞങ്ങളുടെ തറവാട് കുറച്ച് കുഴിയിലാണ് കേട്ടോ. കുഴിയിൽ മീൻസ് റോഡ് കുറച്ച് ഉയരത്തിലാണ്. തറവാട് ഇങ്ങനെ ഇച്ചിരി താഴോട്ടാണ്. അപ്പം രാത്രി അങ്ങോട്ട് വരും ഈ പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് കേട്ടോ, ഇറങ്ങി വരും. അപ്പോൾ ഇപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഉണ്ട് അത്. എന്നിട്ട് കുറച്ച് സമയം നമുക്ക് മിഠായിയും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോകും. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വലുതാകെ അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലെങ്കിൽ ഒരു വിഷമം. നമ്മൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരാനിട്ടാണോ എന്നറിയില്ല, പണ്ടത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ ഏത് സെലിബ്രേഷനും അങ്ങനെയാണ് തോന്നുന്നു. പണ്ടുള്ള ഒരു ഉഷാറൊന്നും ഉള്ളതുപോലെ എനിക്ക് തോന്നാറില്ല. പെരുന്നാളടക്കം എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ മാത്രമാണോ എന്നറിയില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു സെലിബ്രേഷനും പണ്ടത്തെ ഒരു ഉഷാറും രസവും ഒന്നും തോന്നാറില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വലുതായിട്ട് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ നമ്മുടെ അടുത്തായതുകൊണ്ടുള്ള പ്രശ്നമാണോ എന്നറിയില്ല. പണ്ട് പറയുമ്പോൾ നമ്മൾ പെരുന്നാളിനൊക്കെ മെഹന്തി ഇട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇരിക്കുകയല്ലേ ചെയ്യുക. ഇപ്പം എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. പെരുന്നാളിനൊക്കെ ധാരാളം ഗസ്റ്റ് ഉണ്ടാകും. അതിന് പുറമേ അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ എല്ലാം എത്തിക്കണം, കറക്റ്റാക്കണം. പിന്നെ കുറച്ച് പാർസലാക്കാൻ, ഇതെല്ലാം കൂടെ നമുക്ക് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നറിയില്ല. ഇന്ന് കുറച്ചധികം സമയമായിട്ടോ ചായ കുടിക്കാൻ. 7:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. വേറെ ആക്കുന്നില്ല. റിഹാൻക്ക് പിന്നെ ലഞ്ച് കൊണ്ടുപോകണ്ട, അയാൻകുട്ടിക്ക് ലഞ്ച് കൊണ്ടുപോകണം, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നും നമ്മൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശമാവ്, അരിമാവ് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ഇതാണ്. ദോശമാവ് കുറച്ചുണ്ട്, അപ്പം അത് ഞങ്ങൾക്ക് എടുക്കുക. കുട്ടികൾക്ക് പിന്നെ ചപ്പാത്തിയോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം ചപ്പാത്തിയൊക്കെ റെഡിയാക്കുകയാണ്. കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ വിചാരിച്ചു. അയാൻകുട്ടിനെ ഞാൻ കടയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് പൂരി ഉണ്ടാക്കിയ എണ്ണ കുടിക്കും പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിക്ക് പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ, ചപ്പാത്തിയിൽ നമ്മൾ എണ്ണ ഇടില്ലല്ലോ. കുട്ടികൾക്കുള്ളതിൽ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ആ ഉള്ളിയിൽ ആ കറുപ്പ് സാധനം ഉള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. എത്ര കഴുകിയാലും നമുക്ക് നീറ്റാവാത്ത പോലെ തോന്നും. അത് വയറ്റിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൻകുട്ടി വേഗം കിഴങ്ങുമായിട്ട് വന്നത്. കിഴങ്ങിപ്പോൾ ഇവിടെ വാങ്ങി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തോ രാത്രി വന്ന് കടിക്കുന്നുണ്ട്. പാറ്റയാണോ പല്ലിയാണോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ
വാങ്ങിക്കുന്ന കിഴങ്ങ് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. 1 കിലോ വാങ്ങിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ഫുള്ള് മസാല ഉണ്ടാക്കും. അല്ല കറിക്ക് വേണമെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് കറിക്കും എടുക്കും അങ്ങനെ. പിന്നെ ഉള്ളിയും കിഴങ്ങൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കിഴങ്ങ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അവിടെയൊക്കെ എൻ്റെ ഉമ്മയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞാൽ കുക്കറിൽ തന്നെ വലിയുള്ളിയും പച്ചമുളകും ക്യാരറ്റും കിഴങ്ങും മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇടും. എന്നിട്ട് അതിനെ 2 വിസിലടുപ്പിച്ചിട്ട് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ടിട്ട് താളിച്ചെടുക്കും. പക്ഷെ ഇവിടെ കിഴങ്ങും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ താളിക്കുമ്പോൾ എന്ത് ചെയ്യാന്നറിയോ, കടുകും ചെറിയ ജീരകവും ആഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ താളിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ മണം ഉണ്ടാവുക. കടുകും ചെറിയ ജീരകവും താളിച്ചിട്ട് നമ്മൾ അതിലോട്ട് വലിയുള്ളി ഇട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിൽ മിക്സ് ചെയ്യും. ഈ 2 ടൈപ്പിനും വേറെ വേറെ ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് തോന്നും ഇതിപ്പോ ഏകദേശം ഒരേപോലെയല്ലേ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ അല്ല, ഉണ്ടാക്കി വരുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ടേസ്റ്റിൽ നല്ല മാറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് തന്നെ കണ്ടിട്ടാണ് ഇവിടെ പലരും പറയുന്നു എൻ്റെ വ്ളോഗ് ഭയങ്കര മോട്ടിവേഷൻ ആണെന്ന്. അപ്പൊ ആ മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വ്ളോഗ് തന്നെ ഓണാക്കി വെച്ചു. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓണാക്കി വെച്ചത്. ഇനി ഇതാ നമ്മുടെ ഇത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് വെള്ളം മൊത്തം പോയ ശേഷം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതുപോലത്തെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ചട്ടിയുടെ കളറ് മാറുന്നുണ്ടോ കരിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു കമൻറ്റ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. DM കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. നമ്മുടെ നോൺ സ്റ്റിക്ക് അതുപോലെ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ ചട്ടി വേഗം കേട് വരും കേട്ടോ. ഒട്ടും എണ്ണ ഒഴിക്കാണ്ട് കരിച്ചു മുരിച്ച് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ജീരകവും കടുകും ഇട്ടിട്ട് വലിയുള്ളിയും പച്ചമുളകും പിന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഷോൾ ഉണ്ടല്ലോ ഭയങ്കര കംഫേർട്ട്. ഇനി അവിടെ ഏതൊക്കെ കളർ ഉണ്ട് നോക്കണം, ഉണ്ടെങ്കിൽ വീണ്ടും എടുത്തിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബാഗ് മൊത്തം ഷോളായിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഇതിൻ്റെ ഒരു കംഫേർട്ട് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചപ്പാത്തിയിൽ ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്ക് ഇങ്ങനെ ചൂടോടുകൂടി നെയ്യ് ഇട്ടിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അവര് വല്ല ഹിന്ദി നാട്ടിലും ജനിക്കേണ്ട ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ചപ്പാത്തി അത്രയും ഇഷ്ടമാണ്. അതും ഈ ചൂടോടെ നെയ്യൊക്കെ ഇട്ട് ഇങ്ങനെ മസാലയും ഒക്കെ ആയിട്ട്, എഗ്ഗാണെങ്കിലും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പുറത്ത് നമ്മുടെ കുക്കറിൽ മസാല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ചപ്പാത്തിയും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഉള്ളി ആയപ്പോൾ ഒന്ന് ഓഫാക്കി വെച്ചിരുന്നു, അതിനൊന്ന് വീണ്ടും ഞാൻ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് കുത്തി അടച്ചിട്ടുണ്ട് കേട്ടോ. അയൻകുട്ടി പ്ലേറ്റ് കഴുകിയിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ ഫോണ് തട്ടരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക കേട്ടോ അവനോട്. എൻ്റെ ഫോണിൻ്റെ അറ്റത്ത് വന്നിട്ടാണ് നിൽക്കണത്. ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കുമ്പോൾ ഫോണിൽ കവർ ഇടാറില്ല. എൻ്റെ കവറിൽ ഇങ്ങനെ ലെൻസ് പ്രൊട്ടക്ഷൻ ഉള്ള കാരണം അതിങ്ങനെ മങ്ങിയിട്ടാണ് വരിക, വീഡിയോ ആവുള്ളൂ. അതേപോലെ ട്രൈപോഡിലും ഇത്രയും വലിയ കവർ ഇടുമ്പോൾ അത് ശരിക്കും നിൽക്കണമില്ല കേട്ടോ. അപ്പോൾ ഫോണെങ്ങാനും സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, താഴെ വീണ ഐഫോണാണ് പൊട്ടൂല എന്നൊക്കെ പലരും പറയും. പക്ഷെ ഐഫോണാണ് വീണത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. അങ്ങനെ രണ്ടുപേർക്കും കറിയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചപ്പാത്തി എടുത്തിട്ട് വന്നിട്ട് എൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ ചപ്പാത്തി തന്നെ ആക്കി കൊടുക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ആക്കി കൊടുത്താൽ പിന്നെ പിള്ളേർ വേഗം കഴിക്കും, ചോറ് കഴിക്കും, അതിനനുസരിച്ച് കറിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പം ഞാനിതാ കറിയും ചപ്പാത്തിക്ക് മസാലയും കൂടി ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ അത് ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ആ സൈഡിലോട്ടാണ് കണ്ടേക്കുന്നത്. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യില്ല തോന്നുന്നു കേട്ടോ. ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ ലഞ്ചാക്കിയതൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ലഞ്ച് ബോക്സ് കർച്ചീഫിലൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വേഗം പോയിട്ട് കുറച്ച് പാത്രം കഴുകാമെന്ന് വിചാരിച്ചിട്ട് കഴുകി. ആൺകുട്ടി ഉണ്ടല്ലോ
അവനക്ക് എക്സാം തുടങ്ങിയ ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമുണ്ട് കേട്ടോ. അതായത് സംസം വെള്ളത്തില് ആയത്തുൽ കുർസി ഓതിയിട്ട് ഉമ്മ അത് കുടിക്കാൻ കൊടുക്കും കേട്ടോ, സംസം വെള്ളം. അത് എന്താ അറിയില്ല, അവനക്ക് അത് ഇത്രയും വർഷമായിട്ട് അവനക്കത് വിടാൻ തോന്നിയിട്ടില്ല. ഞാൻ പറയും, പഠിച്ചില്ലെങ്കിലും എൻ്റെ കുട്ടി ഇത് മാത്രം നിർത്തരുത്. ഞാൻ പിന്നെ ചെയ്യലില്ല കേട്ടോ അതൊന്നും. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ അവിടെ മുജാഹിദിന്റെ ഒരു ഇതിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ അവിടുത്തെ രീതിയും ഇവിടുത്തെ രീതിയും ടോട്ടൽ ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ഇത് ചെയ്ത് അവനക്ക് കൊടുക്കാറുള്ളത്. റിഹാനും അപ്പൊ കുടിക്കും, അവനക്കും അതൊരു ഇതാണ്. അയാൻകുട്ടിയാണിത് ചെറുപ്പം മുതൽ ഉമ്മയാണ് ശീലിപ്പിച്ചെടുത്തത്. അത് അവനക്ക് പിന്നെ വിടാൻ തോന്നിയിട്ടില്ല കേട്ടോ. അതങ്ങനെ പോട്ടെ അല്ലേ, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ വേഗം പരിപ്പിച്ചാറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ക്ലീനിങ്ങിന് നിൽക്കണമെങ്കിൽ ക്ലീനിങ്ങിന്റെ ഇടയിൽ പിന്നെ ഞാൻ വന്ന് കുക്ക് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് കറി വെക്കൽ നടക്കൂല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ കഴിക്കണേക്കാട്ടിലും മുമ്പ് ഞാൻ പരിപ്പൊന്ന് കഴുകിയിട്ട് കുക്കറിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വാഷിങ്ങിന് ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് വേഗം പോയിട്ട് മെഷീനിൽ അതൊക്കെ കൊണ്ടുപോയിട്ട് സോപ്പൊക്കെ ഒഴിച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ മെഷീൻ ഓൺ ആക്കിയിട്ട് വന്നു. അതാവുമ്പോഴേക്കും ഇത് കഴിയുമ്പോഴത്തേക്കും ശരിയാവുമല്ലോ. പിന്നെ വേഗം തിരിച്ചു പോയിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി കഴുകി വെച്ചിരുന്നു. ഇതുപോലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ മാങ്ങയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പൊടികളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ മുറിച്ചാൽ പിന്നെ ചെറിയൊരു പീസ് ഞാൻ അവിടെ നിന്നിട്ട് തന്നെ ഉപ്പും കൂട്ടി കഴിക്കണ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇത് ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ അങ്കമാലി മാങ്ങ കറിക്കൊക്കെ പറ്റിയ മാങ്ങയാണ് കേട്ടോ ഇത്. ശരിക്ക് എനിക്കത് ഉണ്ടാക്കണം എന്നുള്ളത് ഇപ്പൊ കൊതിയാവുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു പീസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. പുളി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. കത്തി തട്ടിക്കഴിഞ്ഞാൽ പുളി കൂടുവോ അങ്ങനെ പറയണ കേൾക്കാം. ഇന്നലെ മുറിച്ച് കഴിച്ചപ്പോൾ ഉള്ള പുളിനെക്കാട്ടിലും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മസാല നിങ്ങൾക്ക് പരിപ്പിച്ചാറ് ഉണ്ടാക്കാൻ ഇപ്പൊ കാണാൻ പാടായിട്ടുണ്ടാവില്ലേ എൻ്റെ കണ്ട്. എന്നാലും പറയാം, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് തേങ്ങയൊക്കെ ഉടച്ചിട്ട് അതൊന്ന് അരിച്ചിട്ട് ഞാൻ അവിടെ നിന്നിട്ട് തന്നെ കുടിച്ചു. ഇനിയിപ്പോൾ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം എപ്പോൾ വരും എന്നുള്ളത് കമൻറ്റ്. പിന്നെ വേഗം ഞാൻ തേങ്ങ ചിരവി അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു. ചപ്പാത്തി ഉണ്ടാക്കി കുറച്ച് ബാക്കിയുണ്ട്, മസാലയും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പിച്ചാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. ദോശക്കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് പരിപ്പിച്ചാറിൻ്റെ പരിപ്പും തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും കഷ്ണം വെന്തോ നോക്കണത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ണവും വെന്തു എന്നാണ് കേട്ടോ അർത്ഥം. അങ്ങനെ പരിപ്പ് ഒഴിച്ചു കൊടുത്തു, തേങ്ങ ഒഴിച്ചു കൊടുത്തു. താളിച്ചിട്ടില്ല, കടുക് പെട്ടെന്ന് തീർന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ കടുക് വാങ്ങിച്ച ശേഷം താളിക്കാൻ വിചാരിച്ച് ഞാൻ ഉപ്പിട്ടിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ പരിപ്പിച്ചാറ് റെഡി കേട്ടോ. കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, മാങ്ങ, വഴുതനങ്ങ, ഇതാണ് കോമൺ ആയിട്ടുള്ള കഷ്ണങ്ങൾ കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം സെറ്റാക്കി സിറ്റൗട്ടിലോട്ട് പോയപ്പോഴാണ് ഒരാൾ വന്ന് അവിടെ ഫുള്ളിരുന്ന് കത്തി വെക്കണ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാല്, അതായത് വിളിച്ചു ഞാൻ അയാളെ, അപ്പൊ അയാൾ കഴിച്ചു പറഞ്ഞു. പിന്നെ ഉമ്മയും ഉപ്പിയും ഇപ്പൊ എന്തായാലും അവരുണ്ടാവുമ്പോ എണിക്കൂലല്ലോ, അവര് പോയിട്ടല്ലേ എണിക്കുള്ളൂ. അപ്പൊ ആ സമയം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്താ കുട്ടികളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നു. ബെഡ്ഷീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇതില് കുട്ടികൾ വിരിച്ചിട്ടാ വീണ്ടും ഞാൻ വിരിച്ചിടും എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടു. അപ്പൊ ഏറെക്കുറെ എന്റെ സ്വഭാവം എല്ലാവർക്കും ഉണ്ട് അല്ലേ. എന്നിട്ട് ഇതാ വേഗം ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉമ്മയും ഉപ്പയും കഴിക്കാനും വന്നു കേട്ടോ. പിന്നെ പിടിച്ചിട്ട് എന്താ കിട്ടാത്തത്, എൻ്റെ മൈൻഡ് വോയിസ് ഇപ്പം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കറി വെച്ചത് കൊണ്ടുവച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ദോശക്ക് ഈ കറി എടുക്കുക. ഈ കറി നല്ല ടേസ്റ്റാണ് ദോശക്ക് കഴിക്കാൻ. ദോശയും പരിപ്പിച്ചാറും ഉണ്ടെങ്കിൽ കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എനിക്ക് ഒരു ടെൻഷനും ഇല്ല കേട്ടോ. അങ്ങനെ അതെല്ലാം പിന്നെ എനിക്കൊരു വീഡിയോ വർക്ക് ഫിനിഷാക്കി കൊടുക്കേണ്ട ദിവസം കൂടിയാണ് കേട്ടോ. ഇനി എനിക്ക് 2 വർക്കും കൂടെ ഫിനിഷാക്കി കൊടുക്കണം. അതിൽ ഒരാൾക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വേണം പറയുന്നുണ്ട്. അതൊക്കെയാണ് വല്ലാത്തൊരു പാട്.
സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ എന്താ എഴുതുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സീൻ 1 വാതിൽ തുറക്കുന്നു, സീൻ 2 ചായ വെക്കുന്നു, സീൻ 3 കുട്ടികൾക്ക് ലഞ്ച് ഉണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതേണ്ടി വരുമോ? എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്ന ഒരു വർക്കാണ്. ഞാൻ ഇനിയിപ്പോൾ അയാൾ ഇപ്പം അടുത്ത് എനിക്ക് മെസ്സേജ് ആക്കും, സ്ക്രിപ്റ്റ് റെഡിയാണോ. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പം സിനിമയുടെ പോലെ സ്ക്രിപ്റ്റ് റെഡിയാക്കി എന്തെല്ലാം പണികളാണ്. ഓക്കെ, ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു അല്ലേ അതൊക്കെ. ഞാൻ ഒത്തിരി വർക്ക്, അതായത് പ്രൊമോഷൻ വർക്ക് എടുക്കുന്ന ആളല്ല. എനിക്ക് ജെന്യുവിനാണ് തോന്നിയതും അതുപോലെ മസാലയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് വെച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ 2 പ്രോഡക്റ്റാണ് ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തത്, നമ്മുടെ സൺഡേ വ്ളോഗിൽ ചെയ്തത്. 2 പ്രോഡക്റ്റും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമയമില്ലാത്തവർക്കൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ അത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് സൺഡേ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൽ ആ പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങിക്കുക. കാരണം ക്രിസ്തുമസും കാര്യങ്ങളൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈസി കുക്കിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിലുള്ളത്. അങ്ങനെ ചായ വെച്ചിട്ടുണ്ട്, കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം വന്ന് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സമാധാനമാവും കേട്ടോ. പിന്നെ ഒരു ജ്വല്ലറിയുടെ ഒരു വർക്കുണ്ട്, അത് ആ കുട്ടി ഇന്നും കൂടെ എനിക്ക് മെസ്സേജ് ആക്കിയിട്ടേ ഉള്ളൂ, എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചായ എല്ലാം കുടിച്ച ശേഷം നമ്മുടെ വർക്കിന് നിൽക്കുക. ബാക്കിയുള്ള വർക്കൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ തൽക്കാലം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഡെയിലി വ്ളോഗ് എടുക്കാണ്ടിരുന്നാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതങ്ങനെ ശീലമായിപ്പോയി ഡെയിലി വ്ളോഗ് എടുക്കല്. ഇനിയിപ്പോൾ ഞാൻ എത്ര വയസ്സായാലും ഇങ്ങനെ വ്ളോഗ് എടുത്തിട്ട് പോകുമോ? കുറച്ചുകൂടെ വയസ്സായി കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇന്ന് ഞാനും എൻ്റെ മോനും കൂടെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലൊരു പർദ്ദയൊക്കെ ഇട്ടിട്ട് ഒരു വലിയമ്മ അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു, ഞാൻ ഏജായ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. അതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെ റീൽ കണ്ടു, അതായത് 30-40 വയസ്സിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തുമായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കേട്ടോ. പിന്നെ 80 വയസ്സായി ബാഗിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ആരും കാണാതെ ഇട്ടിട്ട് ബാഗിൽ തന്നെ ഇടുന്ന ഒരു ഇത്. അപ്പം ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ ഇങ്ങനെ ആയിരിക്കുമോ ഞാനും എന്നൊക്കെ കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ, ലിപ്സ്റ്റിക്ക് ഇടുന്നവർക്ക് അറിയാം, ലിപ്സ്റ്റിക്ക് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ലാണ്ട് പറ്റൂല, അങ്ങനെ ശീലമായിപ്പോ. ഇപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യണത്. എനിക്കും ഈ പറഞ്ഞ പോലെ പേടിയാവാൻ തുടങ്ങി. പിന്നെ ചുണ്ടൊക്കെ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ നിർത്തി, ലിപ് ബാം യൂസ് ചെയ്തു. അതും ഷുഗറിൻ്റെ ലിപ് ബാമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വേഗം ഞാൻ ഈ ഒരു ഭാഗം അടിച്ചു വാരിയെടുത്തിട്ടാണ് ഇന്ന് ഞാൻ 2 റൂമാണ് ക്ലീൻ ആക്കുന്നത്. അതായത് നമ്മുടെ ഫ്രിഡ്ജ് വെച്ച റൂം, അത് അധികം ആരും കാണാത്തൊരു റൂമാണ് അല്ലേ. അവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോർ ഏരിയ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും UPS അടക്കം ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ പെയിന്റ് ബക്കറ്റും അതും ഇതും പത്രം കൊണ്ടുവന്ന് വെക്കലും അങ്ങനത്തെ കുറേ, പിന്നെ ഫിഷിന്റെ ഐസ് ബോക്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് പണ്ടല്ല VKCയിലായിരിക്കുമ്പോൾ കോഴിക്കോട് നിന്നപ്പോൾ വാങ്ങിച്ചൊരു ഐസ് ബോക്സ് ആണ്. അതിൽ 7-8 കിലോ ഒക്കെ മീൻ അപ്പം കൊണ്ടുവരുമായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ പറഞ്ഞു അത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ഫിഷാണ്, പക്ഷെ ഒരു മടുപ്പാണ്. ഇവിടെ അതിൻ്റെ കുറേ നെസ്റ്റു ഐറ്റംസ് ഉണ്ട്. ഞാൻ കേക്ക് മേക്ക് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ഞാൻ മേടിച്ച എൻ്റെ കേക്ക് മേക്ക് ചെയ്യുമ്പോൾ ആ റൗണ്ട്, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയടോ. അതാണ് കേട്ടോ ആ വൈറ്റ്. അതിൽ ഞാൻ എത്ര കേക്ക് ഉണ്ടാക്കിയേക്കുന്നു, എത്ര പേർക്ക് സെയിൽ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് യൂട്യൂബും രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. പിന്നെ 2-3 എക്സ്പീരിയൻസ് വന്നു. കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഡെലിവറി ടൈമിൽ നമ്മളെ പറ്റിക്കുന്ന എക്സ്പീരിയൻസും വന്നു. അതോടുകൂടി നമുക്കത് ഉണ്ടാക്കാനും വിൽക്കാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് പോവുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിൽ പോലും ഞാൻ ഉണ്ടാക്കാറില്ല. ഈ അടുത്ത് പോയി ബീറ്ററൊക്കെ വാങ്ങിച്ചു. 2,000 രൂപയുടെ ഒരു ബീറ്റർ വാങ്ങിച്ചിട്ട് അത് അവിടെ വെറുതെ ഇരിക്കുക. നല്ല ബീറ്ററാണ് കേട്ടോ, ഫിലിപ്സിൻ്റെയാണ്. അതവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കണം.
ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഭാഗത്ത് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് പൊടി തട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഏരിയയിൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്കിനി കാര്യമായിട്ട് ഇവിടുന്ന് മാറ്റാനോ ഒതുക്കാനോ ഒന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഇത് നമ്മുടെ പണ്ടത്തെ TV സ്റ്റാൻഡാണ്. അത് TV ഇപ്പോൾ വാളിലുള്ളത് ആക്കിയപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മള് ഇത് പുറത്തേക്ക് ഇടണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആയിരുന്നു. പക്ഷെ എന്ത് സാധനവും നമ്മൾ പുറത്തിട്ടാൽ അത് പിന്നെ വേസ്റ്റ് ആവും, അത് ഉറപ്പാണ്. ഇത്രയും സാധനങ്ങൾ എനിക്കിതിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇടാത്തത് ഭാഗ്യം. ഇതൊക്കെ ഞാൻ മേടിച്ചു വെച്ച പാത്രങ്ങളാണ്. ഇതൊക്കെ എപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ചേച്ചിമാർ വന്ന് ഇവിടെ ക്ലീനാക്കി ഇതൊക്കെ അവിടെ തന്നെ വെക്കും. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് അങ്ങനെ നോക്കുന്നില്ല. അവർ വരുമ്പോൾ ക്ലീൻ ആക്കുന്ന ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. ഇതിലൊന്നും ഞാനിങ്ങനെ ഡെയിലി പോയിട്ട് ക്ലീനൊന്നും ആക്കാറില്ല കേട്ടോ. പിന്നെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ പുറത്തേക്ക് ഇട്ടു. പിന്നെ ഇതാ വേഗം ഈ ഭാഗത്തൊക്കെ നടിച്ചു വാരി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ക്യാരം ബോർഡും പിന്നെ ആ കൂളറുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സാധനങ്ങൾ വേണോ ചോദിച്ചാൽ വേണം, വേണ്ടേ ചോദിച്ചാൽ വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു 1 വീക്കൊക്കെ ഒരു സാധനം ഇരുന്നിട്ട് അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് ലൈഫ് ലോങ് എടുക്കൂല എന്നുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. നമ്മുടെ റൂമത്തെ കബോർഡിൻ്റെ മേലേക്ക് അങ്ങനത്തെ സാധനങ്ങളാണ്, വർഷക്കണക്കിന് എടുക്കാത്ത സാധനങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നനച്ചുകുളി സമയത്ത് പുറത്തെടുക്കും, ക്ലീനാക്കും, മുകളിലോട്ട് കയറ്റി വെക്കും. അതിലുള്ള ഒരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനാക്കുന്നവർക്കും എനിക്കും ഇവിടെ ഉമ്മാക്കും ഒക്കെ അറിയാം ഇതൊന്നും ജന്മത്തിൽ എടുക്കാൻ പോണ സാധനമല്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് പഠിച്ചവനേ അറിയുള്ളൂ. എന്നാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മേലെ നിന്ന് സാധനങ്ങൾ ഇറക്കുമ്പോൾ പഴയ പാത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണം. ബാവ മെറ്റൽസ് പഴയ പാത്രങ്ങൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോഴും തിളങ്ങുന്ന പുത്തൻ പാത്രങ്ങളാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ പാത്രങ്ങൾ അടുക്കളയിലോട്ട് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് പഴയ പാത്രങ്ങൾ എടുത്ത് മാറ്റിയ ഓക്കെ ഫൈൻ, അങ്ങനെ പറയാം. നമ്മുടെ തട്ടിൻ പുറത്തൊക്കെ ഇരിക്കുന്നത് തിളങ്ങുന്ന പാത്രങ്ങളാണ്, അത്രയും സൂപ്പർ പാത്രങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും എന്താ പറയാ ആർക്കെങ്കിലും കൊടുക്കാനോ കളയാനോ ഒന്നും തോന്നാത്തതിൻ്റെ മെയിൻ റീസൺ അതായിരിക്കാം മേ ബി. അപ്പം എന്തായാലും ഇതാ ഇതിലൊക്കെ കുറേ കവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യ സമയത്ത് കവർ കാണുമോ അതൊട്ടില്ലേനു. ഇങ്ങനെ ഭദ്രമായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കവർ കാണാനാ. ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരുടെയും മിക്ക വീടുകളിലും അവസ്ഥ. അങ്ങനെ ഞാൻ ആ ഭാഗങ്ങളൊക്കെ വേഗം അടിച്ചു വാരി എടുത്തിട്ട് നമ്മുടെ അരിയുടെ പുതിയ ചാക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ ചാക്കിൽ കുറച്ച് അരിയുണ്ട്, അപ്പോൾ അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് തുടച്ചും കൂടി എടുക്കുന്നുണ്ട്. UPSൻ്റെ അങ്ങോട്ട് തുടയ്ക്കാൻ പോകാൻ ഭയങ്കര പേടിയാണ്. പെട്ടെന്നെങ്ങാനും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എൻ്റെ മരണം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ആഹാ ഇല്ല, കാരണം ആരെ എഡിറ്റ് ചെയ്യുക, ഞാൻ എന്തൊക്കെ മണ്ടത്തരം അല്ലേ വിളിച്ചു പറയണേ. അപ്പോൾ പിന്നെ ഇതാ വേഗം ഞാൻ തുടച്ച് മാറ്റി ഇവിടെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൂമിൽ ബാക്കിയുള്ള ഏരിയയിൽ മാറാല തട്ടിയെടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ക്യാരംസ് ബോർഡില്ലേ, അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ നേരത്തെ എടുത്ത് കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് പോയ കാരണം അയാളിതൊന്നും എടുക്കുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലി ടൈമൊക്കെ ശരിക്ക് ചെസ്സ് ക്യാരംസ് ഇതൊക്കെ കളിച്ചിട്ട് ഇരിക്കാല്ലേ, സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മുടെ കൂളറും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. AC മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കൂളർ. ഇപ്പോൾ പിന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെക്കൂലേ, അങ്ങനെ മാറ്റി വെക്കുന്നതാ. അഥവാ AC ഒക്കെ പെട്ടെന്ന് ചൂടുകാലത്ത് കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഈ റൂമിൽ ഞാൻ വേഗം വന്നിട്ട്, ഈ റൂം അധികം നിങ്ങൾക്ക് ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജെല്ലാം വെച്ചിട്ടുള്ള റൂമാണ്. ഈ ഒരു ഭാഗത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ സ്റ്റോർ റൂം പോലെ ആക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇവിടെയുള്ള ജനലൊക്കെ ഒന്ന് മാറാലേക്ക് തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ.
ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ചോറ് വെച്ചിട്ടില്ല, ഉപ്പേരി വെച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഓർമ്മ വരുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം പോയി ഉണ്ടാക്കണം. എന്തായാലും ഞാൻ ഇന്ന് ലഞ്ചൊക്കെ കഴിയും, 3-3:30 ആവുമായിരിക്കും എൻ്റെ ലഞ്ച് കഴിക്കാൻ. അപ്പോൾ അവരിനെ വെറുതെ അത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി പിന്നെ റിലാക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഈ എടുപിടിന്ന് ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ മടുപ്പാകുക. അപ്പം നമ്മുടെ ഒരു ആയാസത്തിന് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിലിപ്പോൾ ആരും ഒന്നും പറയാനൊന്നും വരൂലല്ലോ. പിന്നെ ഇതാ വേഗം ഞാൻ ഇപ്പം കിടന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇരുന്ന് കൊടുത്തിട്ടേ മതിയായി. അപ്പം കിടന്നിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. സൗണ്ടിൽ മാറ്റം വരുന്നുണ്ടോ കിടന്നു കൊടുക്കുമ്പോൾ? എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ടേബിളിൽ ഞാൻ എത്ര ഒതുക്കി വെച്ചാലും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, കശപിശോ കിടക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഞാൻ ഈ ടേബിൾ എടുത്തിട്ട് കുട്ടികളുടെ റൂമിൽ കൊണ്ടുപോയിട്ടു, പക്ഷെ അത് ശരിയാവുന്നില്ല. അവരുടെ റൂമിൽ ഒരുപാട് തിക്കി തിരക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കാലോ, നമ്മുടെ ബിരിയാണി പോട്ടോ ഇതുപോലെ സ്നാക്സിൻ്റെ ബോക്സ്, അത് സ്നാക്സിൻ്റെ സ്റ്റീലിൻ്റെ അത് കണ്ടോ, അത് സ്നാക്സ് ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ സ്നാക്സ് മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ 2-3 സെറ്റ് ഉണ്ട്, അപ്പം അതിലിട്ട് വെക്കും. പിന്നെ ഇവിടേക്കൊന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി സ്റ്റെയർ കേസും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടും കൂടെ എടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു, അല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടേക്കൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് വലിയ മാറാലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ള പൊടിനൊക്കെ വേഗം തട്ടി എടുത്ത് ഇവിടേക്കൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറേ കമൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ബ്ലോഗിൽ എനിക്ക് കമൻറ്റ് വായിക്കാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പെരുന്നാൾ എന്ന് പറഞ്ഞു പോയില്ലേ, നനച്ചുളി ടൈം തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. സനുമോൾക്ക് എൻ്റെ വക ഒരു ഹായ് ഉണ്ട് കേട്ടോ. ഹായ് പറയുമോ ചോദിച്ചിട്ടുണ്ട്. ഹായ് ഉണ്ട്. പിന്നെന്താണ്, അടിപൊളി വീഡിയോ, ഫസ്റ്റ് കമൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് നമുക്കുണ്ട്. നിങ്ങൾ ഇതുപോലെ വേറൊരു കമൻറ്റ് ഉണ്ട് കേട്ടോ. ജിനി എന്നും വ്ളോഗ് കാണാറുണ്ട്, കമൻറ്റ് ഇടാൻ മടിയാണ്, കാരണം ടൈപ്പ് ചെയ്യാൻ മടി, വോയിസ് ആണെങ്കിൽ എത്രയും ഇട്ടേനെ, എത്ര വേണമെങ്കിലും ഇട്ടേനെ. ഐ എം ഫ്രം കർണാടക, മലയാളം വായിക്കാനും എഴുതാനും പ്രയാസമാണ്, എന്നാലും അങ്ങനെ അറിയൂല എന്നല്ലേ. എനിക്കും നിങ്ങളുടെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 11 വയസ്സായി, നടക്കുന്നില്ല എന്നോ അങ്ങനെ. പിന്നെ എൻ്റെ 11 വയസ്സായി, നടക്കുന്നില്ല, സുഖമില്ല, പക്ഷേ പറഞ്ഞതെല്ലാം മനസ്സിലാകും. ഓക്കെ, മൊബൈൽ എഡിറ്റ്, യൂട്യൂബ് ഷോർട്സൊക്കെ നോക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് വായിച്ചിട്ട് മനസ്സിലായത് കുട്ടിക്ക് വയ്യ എന്നുള്ളതാണോ? ഓക്കെ, നല്ല പെട്ടെന്ന് എല്ലാം മാറട്ടെ. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല കേട്ടോ. എന്താ സുമി, ഓക്കെ മനസ്സിലായോ? ഞാനത് വായിക്കാത്തതല്ല, എനിക്കത് വായിച്ചപ്പോൾ ക്ലിക്കായില്ല. കാരണം നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമുക്കത് വായിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വായിച്ചെടുത്തിട്ട് റിപ്ലൈ തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ നിന്നു. ഞാനിവിടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്ല ചോറിന് അരിയിട്ടു. പിന്നെ പരിപ്പിച്ചാറ് താളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് താളിക്കുക മീൻസ് തൂമിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കണം. പിന്നെ പയർ നന്നാക്കി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് റെഡിയാക്കി എടുക്കണം. മല്ലിയില ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടി തെറിച്ചിട്ട് മുഖത്തൊക്കെ ആവുന്നുണ്ട്. ക്ലീനിങ് ചെയ്യുമ്പോൾ മാസ്ക് ഇട്ടുകൂടെ എത്താമെന്ന്. മാസ്ക് ഇടാം, പ്രശ്നമില്ല, പക്ഷേ എനിക്ക് മാസ്ക് ഇട്ടാൽ ഭയങ്കര ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇടാത്തത് കേട്ടോ. ഭയങ്കര ബുദ്ധിന്ന് ആർക്ക്, എനിക്കാ. വീഡിയോ എന്നും കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിയെയും. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് സൂപ്പർ വീഡിയോ എത്താ. ടേബിൾ ഷീറ്റ് പുതിയത് വിരിച്ചില്ലേ ഇത്താ? ഇല്ല മുത്തേ, ഞാൻ വിരിക്കുക, കുറച്ചും കൂടി കഴിയട്ടെ. നമ്മളൊരു സാധനം മാക്സിമം യൂസ് ചെയ്യണം, എന്നിട്ടുള്ളൂ നെക്സ്റ്റ് സാധനത്തിലോട്ട് നമ്മൾ മാറാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മാക്സിമം യൂസ് ചെയ്തിട്ടേ മാറ്റുള്ളൂ. ഞാൻ പെരുന്നാൾ വരെ എത്തുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എത്താൻ ചാൻസ് കുറവാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കീറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജിനിത്ത എന്തൊരു പിശുക്കാന്ന് അല്ലേ? അങ്ങനെ പിശുക്കൊന്നല്ല. അങ്ങനെയൊക്കെ പിശുക്കുകയാണെങ്കിൽ എന്താ,
ഞാൻ അത്രയ്ക്ക് വലിയ പിശുക്കൊന്നുമല്ല, എന്നാൽ ചില കാര്യങ്ങളിൽ കുറച്ചൊക്കെ പിശുക്കിയാണ് കേട്ടോ. പിന്നെ കുറേ തംസപ്പും ഹാർട്ടും നൈസും പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമുക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, പരിപ്പിച്ചാറ്, പയറുപ്പേരി, പിന്നെ ഓംലേറ്റ്, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെന്താ ഇതൊക്കെ കൂട്ടി കഴിച്ചാൽ സുഭിക്ഷ ആയില്ലേ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി ലാസ്റ്റാണ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അതും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ അവർക്കുള്ള ലഞ്ചും കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഹാളിലത്തെ ഒരു ഷോക്കേസ് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ചെറിയൊരു മടി വരും. അങ്ങനെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ചെറിയൊരു മടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരി ഇന്ന് ഇങ്ങനെ അങ്ങ് എൻഡിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഈ റൂമിലുള്ള വാതിൽ, കട്ടില, ജനല ഇങ്ങനത്തെയൊക്കെ തുടച്ചെടുക്കണം. പിന്നെ ബാക്കിലൊന്ന് അടിച്ചു വാരണം, അവിടുത്തെ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ പുതിയ പാത്രം ഞാൻ കഴുകിയെടുത്തു. അതിലോട്ടാണ് ഇന്ന് കറിയൊക്കെ വിളമ്പിയത് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ അടച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോയിലും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണും കേട്ടോ. പിന്നെ അന്ന് ഞാൻ മേടിച്ച പാത്രം അവിടെ ഇരിക്കുന്നുണ്ട്, അതും കഴുകിയെടുക്കണം. നമ്മുടെ ഈ പാത്രങ്ങൾ വെക്കുന്ന ഷോക്കേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ആദ്യം ഞാൻ മറ്റേ ഷോക്കേസ് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇനിയിപ്പോൾ നാളെ ഞാൻ എന്തായാലും കിച്ചണിലുള്ളൂ നിൽക്കുക. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി എന്ത് കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു റാഹത്തായി എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ നമ്മുടെ അവസ്ഥ. പിന്നെ ഇതാ ഇവിടെ വേഗം ഒന്ന് കട്ടിലേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, വാതിലും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഈ വാതിലൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൊടിയൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളെങ്ങനെയാണെന്നറിയോ, ക്ലീൻ ചെയ്യാൻ അങ്ങോട്ട് നിൽക്കാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവിടെയും ഷടപടാന്ന് തീരും. പക്ഷേ എല്ലാറ്റിനും ഉള്ള പോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും കേട്ടോ ഇതിന്. അങ്ങനെ വേഗത ഇവിടേക്ക് ആക്കി. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയുള്ളൊരു വാതിലുണ്ട്. എന്നോട് ഹോം ടൂർ ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊരു തമിഴ് കമൻറ്റാണ് അങ്ങനെ വരാറുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ വീട് എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതൊക്കെ ഏകദേശം മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇനി വേറൊരു ഹോം ടൂർ എന്നുള്ള രീതിയിൽ ചെയ്യാത്തത് കേട്ടോ. അങ്ങനെ ഈ വാഷ് ബേസിൻ്റെ ഇവിടെ ഉള്ള വാതിലും ജസ്റ്റ് ഒന്ന് തുടച്ച് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജ് തുടക്കണം, മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. ബാക്കിൽ തുണികളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം. ഞാൻ ബാക്കിൽ ഷീറ്റിട്ട് അവിടെ കംപ്ലീറ്റ് മാറാല തട്ടാമെന്ന് വിചാരിച്ചേന്. പക്ഷേ അതിനൊരു 3/4 മണിക്കൂറെങ്കിലും എടുക്കും തോന്നി. കാരണം അതിൻ്റെ ഇടയിലൊക്കെ മാറാല വന്നിട്ട് അത് തട്ടാൻ കിട്ടുന്നില്ല. ഒന്നാമത് ഹൈറ്റിൻ്റെ പ്രശ്നം, എനിക്ക് എത്തുന്നില്ല. പിന്നെ ഒരുപാട് ഭാഗത്ത് കുറേ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഞാൻ തട്ടിയെടുത്തു കേട്ടോ. പിന്നെ ഏറ്റവും മുകളിലൊക്കെ പോകണമെങ്കിൽ വല്ല ലാഡറിലൊക്കെ കയറിയിട്ട് വേണം എനിക്ക് തട്ടണമെങ്കിൽ. അപ്പോൾ അത് നടക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഏരിയയിൽ മാത്രം ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് ഹാളിലോട്ട് എൻട്രി ചെയ്യുന്ന ഭാഗത്തുള്ള വാതിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ വാതിലുണ്ടല്ലേ, തുടക്കുമ്പോഴാണ് അറിയുന്നത് ഇത്രയൊക്കെ വാതിലുണ്ട് അല്ലേ. ഇത് നമ്മൾ പകൽ സമയത്താണെന്ന് അടയ്ക്കില്ല കേട്ടോ, രാത്രി മാത്രമേ അടയ്ക്കുള്ളൂ. അങ്ങനെ വേഗം ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ വാതിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി ഇങ്ങനെ പൊടി നിൽക്കും കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഒന്ന് പെട്ടെന്ന് കോട്ടണിൽ നമ്മൾ നനഞ്ഞ തുണിയാകുമ്പോൾ വേഗം ക്ലീൻ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഈ ഏരിയയും കഴിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ വാതിലാണ് തുടയ്ക്കാനുള്ളത്. കിച്ചണത്തെ വാതിൽ ഞാൻ ഇന്ന് തുടയ്ക്കുന്നില്ല, ഞാനത് നാളെ കിച്ചണ് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം തുടക്കാൻ വിചാരിച്ചാണ്. കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിൽക്കാൻ ഭയങ്കര മടിയൊക്കെ ഉണ്ട്. പക്ഷേ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി അങ്ങോട്ട് പകുതി മുക്കാലും കഴിഞ്ഞൊരു എഫക്റ്റാണ്. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ഡെയിലി ഓരോ അരമണിക്കൂർ മാറ്റി വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഹെവി ആയിട്ടുള്ള ഒരു സംഭവം എൻ്റെ വീട്ടിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിച്ചൺ തന്നെയാണ്. 24 മണിക്കൂറും അതിലുണ്ടാകും. പക്ഷേ അതാണ് ക്ലീൻ ചെയ്യാൻ ഏറ്റവും വലിയ പാട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താണ്, അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ
പുറമേ ഉള്ള ലാസ്റ്റ് ഡോറും നമ്മൾ ഇന്ന് തുടച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ജനൽ തുടച്ചിട്ടില്ല കേട്ടോ. അത് നാളെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏകദേശം ഒരു 2:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഇനി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 3 മണി കഴിയും. അപ്പോൾ മോനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ജിനിമെന്താ കഴിക്കാത്ത. ഞാൻ പറഞ്ഞു, ഇതെല്ലാം മുഷിഞ്ഞിട്ട് എനിക്ക് ലഞ്ച് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുമോ? ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാം, നീ അവിടെ മിണ്ടാണ്ടിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അയ്യോ, പഠിക്കാൻ കുറച്ചും ഇതാവുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ലാപ്പും ഫോണിലും നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ സമയം പോകണമെന്ന് നിങ്ങളറിയില്ല കേട്ടോ. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, റിഹാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും, അയാൻ റിഹാൻ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ രണ്ടുപേരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ മാറിയിട്ട് ഇതിലോട്ട് പോകും. ഈ ജിനിമ എന്തിനാ ഇതൊക്കെ അവിടെ പറയണേ എന്ന് ചോദിക്കുന്ന അവർ പിന്നെ എൻ്റെ വ്ളോഗൊന്നും കാണാൻ നിൽക്കില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തെ മാറാല തട്ടിയെടുത്തിട്ടുണ്ട്, ജനലിൻ്റെ അവിടുത്തെയൊക്കെ കേട്ടോ. ഈ ഒരു മാറാല തട്ടുന്ന കോലും കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ പോകുന്നുണ്ട് കേട്ടോ എല്ലാം. അങ്ങനെ ഇതാ ഈ ഏറ്റവും മേലെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടൊക്കെ കയറി മാറാല തട്ടണമെങ്കിൽ ലാഡർ വേണം, എനിക്ക് എത്തണില്ല കേട്ടോ. അങ്ങനെ ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഏറെക്കുറെ തട്ടി നമ്മുടെ വീടിൻ്റെ ഒരു 50% ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞു എന്ന് ഞാൻ പറയുള്ളൂ. 100% എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എത്ര ക്ലീൻ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ പൊടിയും മാറാലൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ. പൊതുവേ എല്ലാവരുടെ വീടുകളിലെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി ഈ മേലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ടോ. ഏറ്റവും മേലത്തെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എനിക്ക് എത്തൂലല്ലോ, ഞാൻ ഇത്രയും കുള്ളിയാണോ എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തട്ടി. ഈ ബാത്റൂം നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളിലാണ്. ആദ്യം അവരാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഒന്ന് കഴുകിയിടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിവിടെ നിന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരിക്കും എല്ലാവർക്കും ബൈ.